ഓം ശ്രീമാത്രേ നമഃ. നമ്മൾ ഈ ദേവിയുടെ വർണ്ണനയൊക്കെ കേട്ടു. ഈ ദേവിക്ക് പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ദേവിയുടെ രൂപം, അതായത് നിറങ്ങൾ. ചുമന്ന നിറമാണുള്ളത് ദേവിക്ക്. രണ്ടാമത് ദേവിയുടെ മണം. പല മണങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു. പിന്നെ ദേവിയുടെ ശബ്ദം. അപ്പോൾ നാമരൂപ ഗുണങ്ങളാണ് ഈ ദേവി എന്ന് നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഈ പ്രപഞ്ചവും. എത്ര കണ്ടാലും എത്ര കേട്ടാലും എത്ര മണത്താലും എത്ര രുചിച്ചാലും എത്ര സ്പർശിച്ചാലും എത്ര ചിന്തിച്ചാലും നമുക്ക് മതിവരാത്തതായിട്ടുള്ളത് ഈ ലോകമാണ്. അതാണ് മായയായി നിൽക്കുന്നതും നമുക്ക് ബന്ധനങ്ങളായുള്ളതും. ഈ നിത്യഹരിതയായ നിത്യസുന്ദരിയായ ഈ പ്രപഞ്ചം എവിടെയാണിരിക്കുന്നത്? ഈ മഹാദേവി എവിടെയാണിരിക്കുന്നത്? എവിടെയാണ് ആ ദേവിയുടെ ആധാരം? ശിവകാമേശ്വരാംഗസ്ഥ, ശിവ സ്വാധീന വല്ലഭ. ഈ 3 നാമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവ കാമേശ്വരാംഗസ്ഥ, ശിവനാകുന്ന കാമേശ്വരന്റെ അംഗത്തിൽ ഇരിക്കുന്നവൾ. കാമേശൻ രണ്ടർത്ഥം. കാമത്തെ ജയിച്ചവൻ എന്നൊരർത്ഥം, കാമങ്ങൾ ഉള്ളവൻ എന്ന് മറ്റൊരർത്ഥം. കാമങ്ങൾ ഉള്ളവൻ എന്നാൽ ആഗ്രഹമുള്ളവൻ. സൃഷ്ടി തൽപരനായിരിക്കുന്ന ശിവന്റെ മടിത്തട്ടിലാണ് ദേവി ഇരിക്കുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന ഈ ലോകം സാക്ഷാൽ ത്രിപുരസുന്ദരിയാണ്. ആ ത്രിപുരസുന്ദരി എൻ്റെ ബോധത്തിൽ അധിഷ്ഠിതമാണ്. ആരാണ് ഈ ത്രിപുരസുന്ദരി? ശിവ. അവൾ ശിവൻ തന്നെയാണ്. ശിവൻ പുരുഷ ശബ്ദമാണെങ്കിൽ അതിൻ്റെ സ്ത്രീ ശബ്ദമാണ് ശിവ. ശിവനിൽ നിന്ന് യാതൊരു കാരണവശാലും വ്യത്യസ്തയല്ലാത്തവൾ. സ്വാധീന വല്ലഭ, വല്ലഭനെ അല്ലെങ്കിൽ ശിവനെ സ്വാധീനമാക്കിയവൾ, ബോധതലത്തെ സ്വാധീനമാക്കിയവൾ. ഇത്രയും മനോഹരമായ വേറൊരു സഹസ്രനാമമില്ല. അതുകൊണ്ടാണ് സഹസ്രനാമങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയുന്നത്. സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക, ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മ സനസ്ഥിത. ദേവിയുടെ സ്ഥൂല വർണ്ണനയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ദേവി ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെയാണ് ഇരിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ ദേവിയെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? സുമേരു പർവ്വതത്തിൽ പോകണം. ഭൂമിയെ 16 ക്ഷേത്രങ്ങളായിട്ടാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ തിരിച്ചിരിക്കുന്നത്. ആ 16 ക്ഷേത്രങ്ങളുടെ നടുക്കുലത്തെ ക്ഷേത്രമാണ് സുമേരു പർവ്വതം. ആ സുമേരു പർവ്വതത്തിന് 3 കൊടുമുടികൾ. ആ 3 കൊടുമുടികളോട് കൂടിയ സുമേരു പർവ്വതത്തിന്റെ നടുക്കലത്തെ കൊടുമുടിയിലാണ്